അപ്പോൾ ഞാൻ ഫൈറ്ററിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. വീഡിയോ ഒന്നും ക്ലിയർ ഒന്നുമില്ല, എങ്കിലും ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ എല്ലാവർക്കും ഈ ബ്രീഡിങ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബ്രീഡിങ് ചെയ്യാൻ കൊച്ചുകുട്ടികൾക്ക് വരെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കാട്ടി കൂടുതൽ വിശദമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, ഒട്ടുമുക്കാൽ ഭാഗം പേരും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യും പോലെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഇതിന് മുന്നേ ചെയ്ത് ഒരു ആഴ്ചയിൽ തന്നെ നമ്മളിങ്ങനെ പറയുന്നത് 1000-1500 കുഞ്ഞു വരെയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതിന് സമയമില്ല. ഒന്ന് വേറെ ഡ്യൂട്ടിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പാപ്പഴം നിർത്തുകയാണെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതല്ല മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്രോഫിറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഇത് മുട്ടയിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഒരു 5 to 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളെ അതിനുശേഷം വളർത്തിയെടുക്കലാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഈ വീഡിയോയും അതിൻ്റെ കൂട്ടത്തിലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ കുട്ടികളെ വളർത്തിയെടുത്ത് നമുക്ക് എത്ര കുട്ടിയുണ്ടോ അത്രയും നമുക്ക് കിട്ടിയാൽ മാത്രമേ അതിൽ ഒരു 10% നമുക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. എങ്കിലും നമുക്ക് ഫുള്ള് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യം സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ലെവലിൽ തന്നെ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ചെയ്തൊക്കെ എടുത്തു. അതായത് ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുന്നു, ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ റിലീസ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ ശേഷം അവർ എഗ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളത് 5 സെറ്റാണ് നമ്മൾ ഇതുവരെ ബ്രീഡിങ്ങിന് ഇട്ടത്. 5 10 വെച്ചിടുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സിംഗിൾ പീസ് ഇടുന്നതും 5 പീസ് ഇടുന്നതും 10 പീസ് ഇടുന്നതും എല്ലാം ഒരേ ജോലിയെല്ലാം സെയിമാണ്. അപ്പോൾ പിന്നെ അതേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റേതിപ്പോൾ 5 സെറ്റ് ഒരുമിച്ച് ഇറക്കുമ്പോൾ കുഞ്ഞിൻ്റെ എണ്ണവും കൂടുതൽ കിട്ടും. കുറച്ച് ഡെഡായി പോയാലും പ്രശ്നമില്ല. മറ്റേത് നമുക്കൊരു ബാച്ചൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി മെനക്കെട്ട് അത്ര കുട്ടിയെ എടുക്കുമ്പോൾ അതൊരു നമുക്കൊരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ, ആർട്ടീമിയെ വിരിയിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മൊയിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം നമ്മൾ 1നും 10നും എല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 10 ബേസിൻ വെക്കണമെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിമാണ്. അപ്പം എന്തായിരുന്നാലും പിന്നെ അതിന് ശേഷം ഇത് വളർന്നു വരുന്നതിന് ശേഷമാണ് നമുക്ക് ബുദ്ധിമുട്ട് കൂടുതൽ. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെപ്പറേറ്റ് ചെയ്യണം. ഫീമെയിൽസിൻ്റെ പ്രശ്നമില്ല, മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആ മെയിലിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ബോട്ടിൽസ് അടുക്കി വയ്ക്കുന്നതും പിന്നെ ഇതിനെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നതും അങ്ങനെയൊക്കെ വരുമ്പോൾ പാക്കിങ് കൊടുത്തു വിടുന്നത് നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു വിടുമ്പോൾ നമുക്ക് അപ്പോഴത്തന്നെ പൈസ കിട്ടും. അതുകൊണ്ട് ആ ഒരു ഭാഗം സന്തോഷമാണ്. അതിന് മുന്നേ വരുന്നത്, അതായത് ഈ ബോട്ടിൽ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഡെയിലി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത്തിരി ഒരു മെനക്കെടുള്ള കേസാണ്. എന്തായിരുന്നാലും ഒരു 1000 ഫിഷൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ എന്തായിരുന്നാലും നമുക്ക് അതിൻ്റെ പിറകെ നിൽക്കണം. ഒട്ടും സമയം ഇല്ലാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതല്ല, നിങ്ങൾ ചിലർ പറയും നമുക്കിതിന് ഒട്ടും സമയം വേണ്ട എന്ന് പറയാം. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കെയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബാക്കി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എല്ലാവരുടെ അടുത്തും നമ്മൾ പറയും ഇതിന് റിസ്ക് സൈഡും ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ആ ഒരു കുഞ്ഞുങ്ങളുടെ ബാച്ചുകൾ മൊത്തം ഡെഡായി പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെയർ. പിന്നെ ചിലർ ഫീഡിൻ്റെ ടൈമിൽ നമ്മൾ ചിലർ എഗ് വൈറ്റ് മറ്റേ ഇതുണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞക്കരു ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പ്രശ്നമല്ല, സെറ്റ് ആവുകയും ചെയ്യും. പക്ഷേ എല്ലാം ഓവർ ഫീഡായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് കിടന്ന് ആ മുട്ടയുടേതാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഓവർ ഫീഡായി കഴിഞ്ഞാൽ അവിടെ കിടന്ന് അത് വെള്ളം പെട്ടെന്ന് ഡാമേജ് ആവും, കുട്ടികൾ ഡെഡാവും, നമ്മൾ അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും വേണം, നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് സിമ്പിൾ ആണ്, പക്ഷേ എങ്കിലും ശകലം സമയം കൂടെ വേണ്ടി വരുന്ന സാധനമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനെ ഞാൻ പറയുന്നത് ഒരു 5 സെറ്റ് 6 സെറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ബേസിൻ നമ്മളിതിൻ്റെ കുട്ടിയെ ഗ്രോത്തിന് വേണ്ടി ഇറക്കുന്ന ബേസിനിൽ ഈ രണ്ട് സെറ്റ് ചെയ്ത് ഇറക്കി വിടണം. അതായത് ഒരു 2 സെറ്റ് ഇറക്കാൻ നമുക്ക് വലിയ സ്ഥലം വേണ്ടിയല്ലോ. അത് കഴിഞ്ഞ് ഇവരുടെ ഗ്രോത്തിനനുസരിച്ചിട്ട് യൂണിഫോം സൈസിലോട്ട് വരെ ചേഞ്ച് ചെയ്യണം. ആ യൂണിഫോം സൈസിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള കുട്ടികളുടെ ഗ്രോത്ത് നമുക്ക് അറിയാനും പറ്റുള്ളൂ, അവരുടെ ആ ഒരു ലെവലിൽ ഫുഡ് എടുക്കുകയുള്ളൂ. അതായത് നമ്മൾ 2 സൈസ്
സൈസിലുള്ള കുട്ടികൾ, 2-3 സൈസിലുള്ള കുട്ടികൾ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് എടുക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവർക്ക് ആ ഒരു ഗ്രോത്ത് കിട്ടത്തില്ല. നമ്മുടെ ഇപ്പോൾ ഏകദേശം ഈ 5 ബാച്ചിലിട്ടത് 5 ബാച്ച് ഒരുമിച്ച് തന്നെ എഗ്ഗിങ് നടന്നിട്ടുണ്ട്. എഗ്ഗിങ് നടന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിനി ഒരു 3 ദിവസത്തിനകത്ത് കുട്ടികൾ ഇറങ്ങിത്തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 to 7 ദിവസമാണ് നമ്മൾ മെയിലിനെ മാറ്റുന്നത്. ഫീമെയിലിനെ അപ്പോഴത്തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യും, മെയിലിനെ മാറ്റുന്നത്. ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും വീഡിയോസിൽ കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും ഒരുവിധം അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ, അതായത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന റൂമിനകത്താണ്, ഒരുപാട് ആളനൊക്കെ ഉള്ള സ്ഥലത്തല്ല, റൂമിനകത്ത് അവർക്ക് സ്വസ്ഥമായിട്ട് മാറ്റിങ് നടക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അതല്ല നമ്മൾ എപ്പോഴും ആളനൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ ഓടി മാറും. അപ്പോൾ ഈ ബബിൾ നെസ്റ്റൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫൈറ്റേഴ്സ് എല്ലാം ഏകദേശം എഗ്ഗ് ചെയ്ത് കറക്റ്റ് ഇതിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഇതാക്കണം. ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തു തരാം, കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് ഏതൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കുട്ടിയും കിട്ടും.